നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിക്കൊണ്ടിരുന്നത് 6 വിദേശ താരങ്ങളാണ്. ISLൽ തങ്ങളുടെ മികവ് കാണിച്ചു തന്നിട്ടുള്ള 6 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അഡ്രിയാൻ നിക്കോളാസ് ലൂണ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമാണ് ഹൈദരാബാദുമായിട്ടുള്ള മത്സരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇദ്ദേഹം നിലവിൽ ഇതുവരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്ന തരത്തിലുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ ഇദ്ദേഹത്തിന് 2027 വരെയാണ് ഇദ്ദേഹവുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാർ. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹം വിട്ടുപോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമോ ഇനി എന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് താരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ ഒരു സീസൺ അവസാനം മീൻസ് സൂപ്പർ കപ്പിൻ്റെ അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ടുള്ള സാധ്യത കാണിക്കുന്ന മറ്റ് താരങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ നമുക്ക് നിലവിൽ കേൾക്കുവാൻ പറ്റുന്ന പേരാണ് ക്വാമെ പെപ്രയുടേത്. എന്തുകൊണ്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണ് എന്ന തരത്തിലുള്ള റൂമറുകൾ സ്പ്രെഡ് ആവുന്നതെന്ന് നാം ചിന്തിക്കുകയാണ് എങ്കിൽ അതിനോട് ഏറ്റവും പ്രധാനപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പാനിഷ് പരിശീലകനെയാണ്. അതിനെ തന്നെ സ്പാനിഷ് പരിശീലകന് ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരു സ്പാനിഷ് സ്ക്വാഡ് നിർമ്മിക്കുവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനാൽ തന്നെ ക്വാമെ പെപ്രയ്ക്ക് പകരം സെർജിയോ കാസൽ എന്ന് പറയുന്നത് മുമ്പ് ISLൽ കളിച്ചിട്ടുള്ള വളരെയധികം അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സെർജിയോ കാസൽ എന്ന് പറയുന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ക്വാമെ പെപ്രയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത് എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. സോ ക്വാമെ പെപ്രയെ പുറത്താക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സെർജിയോ കാസൽ എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. ക്വാമെ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതുവരെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ആദ്യ കുറച്ച് മത്സരങ്ങൾ, അതായത് കഴിഞ്ഞൊരു സീസൺ, അതായത് ISLൻ്റെ 10ാം സീസണിൽ അദ്ദേഹത്തിന് തുടക്ക മത്സരങ്ങളിൽ വലിയ കാര്യമായിട്ടൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് സൂപ്പർ കപ്പിന് ഇടയ്ക്കുണ്ടായ പരിക്കിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീമും മൊത്തം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിനാൽ തന്നെ ക്വാമെ പെപ്ര ഇതേപോലെ നല്ലൊരു പ്ലെയറിനെ, അതായത് അദ്ദേഹത്തിന് ഒരു ഏജ് ഓവർ ആയിട്ടുള്ളൊരു പ്ലെയറൊന്നുമല്ല, അദ്ദേഹം യങ് പ്ലെയർ തന്നെയാണ്. സോ 22 വയസ്സെങ്ങാണ്ടാണ് അദ്ദേഹത്തിനുള്ള പ്രായം. അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ടീമിൽ നിന്ന് പുറത്താക്കുന്നത് അത്യാവശ്യം ബ്ലാസ്റ്റേഴ്സിന് മോശമാവുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഭാവിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാരണമാകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് വിദേശ താരങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അടുത്ത സീസണിൽ തുടരുവാനായിട്ട് സാധ്യതയില്ലാത്ത താരങ്ങളിൽ മറ്റൊരു പേരാണ് മിലോസ് ട്രിൻസിച്ചിൻ്റേത്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ഒരു സീസണാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ തന്നെ ഡിഫൻസിൽ മാനേജ്മെൻറ്റ് തികച്ചും ഒരു വലിയൊരു അഴിച്ചുപണി തന്നെ നടത്തുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനു മുമ്പ് തന്നെ മിലോസ് ട്രിൻസിച്ച് എന്ന് പറയുന്ന ഡിഫൻഡറിനെ മാറ്റുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നാം തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ നോവ സദോയി, ലഗാട്ടർ തുടങ്ങിയ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമെനസ് തുടരുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്വാമെ പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടുമായിരിക്കും, അല്ലെങ്കിൽ മിലോസ് ട്രിൻസിച്ച്. ഈ 2 പേരായിരിക്കും നിലവിൽ മുൻപന്തിയിലുള്ളത്. നമുക്കെല്ലാം കണ്ടു തന്നെ അറിയാം ആരൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും, ആരൊക്കെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് വിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ.